എൻ്റെ ഒരു ആങ്ങളുണ്ട്, അവൻ മുസ്ലിംസ് ആണ്. അവൻ നോമ്പ് എടുത്തെടുത്ത് മുസ്ലിംസ് ആയി. മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറയിലെ ചില ആളുകൾ നോമ്പിനെ പരിഹസിക്കുന്നത് കാണും. അതായത് പരിശുദ്ധ റമദാന് കൊടുക്കുന്ന ഒരു പവിത്രത ആ മതത്തിൻ്റെ ആളുകൾ തന്നെ കൊടുക്കാത്തത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പരിശുദ്ധ റമദാനായാൽ ഒരുപാട് ഇതര മതസ്ഥർ നോമ്പെടുക്കണത് കാണാം. വളരെ സന്തോഷമാണ് അത് കാണുമ്പോൾ. പക്ഷെ നിർഭാഗ്യകരെന്ന് പറയട്ടെ, മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറയിലെ ചില ആളുകൾ നോമ്പിനെ പരിഹസിക്കുന്നത് കാണും. അതായത് പരിശുദ്ധ റമദാന് കൊടുക്കുന്ന ഒരു പവിത്രത ആ മതത്തിൻ്റെ ആളുകൾ തന്നെ കൊടുക്കാത്തത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നലുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടു. എൻ്റെ നാടിനടുത്തുള്ള കുറ്റിപ്പുറത്തൊരു ഹോസ്പിറ്റൽ, ഒരു നഴ്സ്, ആ നഴ്സ് നോമ്പ് നോറ്റിട്ട് ആ ഹിന്ദു കുടുംബത്തിലെ നഴ്സ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്തൊരു സന്തോഷമാണ് അവർ പറയണത് കേൾക്കുമ്പോൾ. അവർ നോമ്പ് നോക്കാത്തവരെ കുറിച്ച് പറയണത് കാണിക്കുമ്പോൾ നമ്മുടെ തല കുനിച്ച് പോവാൻ. ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ കണ്ടു. മുസ്ലിം പെൺകുട്ടികൾക്ക് നോമ്പ് നോക്കാൻ ചില സമയങ്ങളിൽ പാടില്ല, കാരണം പീരീഡ് ആവണ സമയങ്ങളിൽ അവർ പരസ്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ നോമ്പ് നോറ്റും തിന്നാൻ പറ്റുന്ന പാട്ടും വെച്ച് റീൽസ് ഇടുന്ന ഒരു കൗമായിട്ട് മാറി. ആ നിങ്ങൾ ഈ നഴ്സിൻ്റെ വീഡിയോ ഒന്ന് കാണാം. അവരെത്രത്തോളം നോമ്പിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഹോസ്പിറ്റലിൽ, ഈ ഈൽഫോർട്ട് ഹോസ്പിറ്റലിൽ ഞാൻ 1 വർഷമായിട്ടുണ്ട്. സാറിന്റെ കൂടെ ആയിട്ട് ഒരു 12 വർഷമായി. റിയാസ് കൂടെ ആയിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 വർഷമായി. നോമ്പ് മുറിക്കുന്ന സമയമൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, നോമ്പ് പറക്കുന്ന സമയത്ത് ഞാൻ വെള്ളമൊക്കെ കൊണ്ടാറുണ്ട്. ബസ്സിൽ നിന്നൊക്കെ നോമ്പ് ഇറക്കും. പിന്നെ നോമ്പ് അത്താഴത്തിന്റെ സമയത്ത് ഞാൻ 5 മണിക്ക് എണീറ്റ് താഴം കഴിക്കും. നെയ്യത്ത് വെക്കേണ്ടത് അതിൻ്റെതായ രീതിക്ക് അങ്ങനെ പോകും. അപ്പൊ വീട്ടിലൊക്കെ സപ്പോർട്ടാണോ? വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. എന്റെ മോളിപ്പോ നോമ്പ് എടുക്കുന്നുണ്ട്. അവള് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവളിപ്പോ വന്നിട്ടുണ്ട്. അവളിപ്പോ നോമ്പിലാണ്, നോമ്പ് എടുക്കുന്നുണ്ട്. എന്റെ ഒരു ആങ്ങളുണ്ട്, അവൻ മുസ്ലിംസ് ആണ്. അവൻ നോമ്പ് എടുത്തെടുത്ത് മുസ്ലിംസ് ആയി. അവന് ചെറുതാവുമ്പോഴേ നോമ്പ് എടുക്കും എന്റെ കൂടെ. അപ്പൊ അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കുടുംബങ്ങളൊക്കെ ആയിട്ട്. വീട് വളാഞ്ചേരി പൂക്കാട്ടി. സുനിത ചേച്ചിക്ക് നോമ്പ് കള്ളന്മാരോട് എന്താ പറയുള്ളത്? നോമ്പ് എടുക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പുണ്യമാസമാണ്. റമദാൻ മാസം പറഞ്ഞാല് നോമ്പ് എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. നോമ്പ് എടുത്താൽ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അവിടെ ഇവിടെയും പോയി കഴിക്കുന്ന നേരം നോമ്പ് എടുക്കുകയാണ് നല്ലത്. ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഈ ഒരു വീഡിയോ അടിപൊളി മനോഹരമായിട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോ ഇറക്കിയ ആളുകൾക്ക് എൻ്റെ ഹൃദയം തൊട്ട അഭിനന്ദനങ്ങൾ. ഇതിൽ ഒരുപാട് പോയിന്റ് ഉണ്ട്. സുനിത ചേച്ചി പറയുന്ന ഒരു പോയിന്റ്, നോമ്പ് നോറ്റിട്ട് ഇതിൻ്റെ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ച ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരൊരു പക്ഷെ കുറവായിരിക്കും മുസ്ലിങ്ങൾ നോമ്പെടുക്കുമ്പോൾ. എന്തായാലും ഇതര മതസ്ഥരായ ആളുകളൊക്കെ വളരെ താല്പര്യത്തോടു കൂടി നോമ്പെടുക്കണം. നോമ്പിന് ഒരുപാട് ലെയറുകളുണ്ട്. പക്ഷെ നമ്മുടെ കൗമിങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങൾ ഇൻസ്റ്റയിൽ ഒരുപാട് വീഡിയോ കാണാം. നോമ്പായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പീരീഡ് ആകുമ്പോൾ നോമ്പില്ല, അതിൻ്റെ അർത്ഥങ്ങൾ തിന്നരുത് എന്നൊന്നല്ല. അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കന്നെ വേണം. പക്ഷെ അതൊക്കെ എടുത്ത് റീൽസ് ആക്കിയിട്ട് നാട്ടുകാരെ കാണിക്കുന്നൊരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടല്ല. ഞാൻ അവരൊരിക്കലും ഞാൻ കുറ്റപ്പെടുത്തൂല കേട്ടോ. അവർ നരകത്തിലാണെന്നോ അവർ മോശം ഒന്നും ഞാൻ പറയാൻ, ആ വീഡിയോക്ക് അടിയിൽ മുഴുവനും അങ്ങനെയാണ്. നമ്മളൊരാളുടെ നരകത്തേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊന്നല്ല നരകം, പടച്ചവൻ്റെ കാരുണ്യമാണ്. പക്ഷേ ഒരു മാന്യത ഉണ്ട് ആ ഒരു മതത്തിൻ്റെ നിയമങ്ങളോട് കാണിക്കുന്ന ഒരു മാന്യത. അത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇസ്ലാമിനോടുണ്ട്. നമ്മുടെ പുതിയ തലമുറയിലുള്ള പല പിള്ളേർക്കും എന്തില്ല, ഇസ്ലാമിനോടതില്ല. ഈ ഒരു ചേച്ചി ഇപ്പോൾ ഇസ്ലാമായിട്ടാണ്. ഇതിൻ്റെ ഒരു താല്പര്യവും സ്നേഹവും നോക്കി ഇങ്ങനെ എത്രയോ ആളുകൾ ഇവർ നോമ്പെടുത്തിട്ട് തിന്നാൻ പറ്റണമെന്ന് പറഞ്ഞ് പാട്ടൊക്കെ വെച്ച് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു ലജ്ജയെ തോന്നിയത്. ഇവർക്കൊക്കെ തോന്നണ്ടേ ഇത് പരസ്യമായിട്ട് റീൽസ് ഇടുമ്പോൾ ഇത് ശരിയല്ല എന്നുള്ളത്. ഒരു പക്ഷേ മുമ്പുള്ളൊരു ഭക്ഷണം നോമ്പല്ലാത്തൊരു സമയത്ത് കഴിക്കുന്ന ഒരു വീഡിയോ ഇപ്പോട്ടതും ആവാം. മേ ബി ഞാൻ അങ്ങനെ നല്ലതായിട്ട് ഞാൻ വ്യാഖ്യാനിക്കണുള്ളൂ കേട്ടോ. അവർ നോമ്പിന് തിന്നൂന്ന് ഞാൻ വ്യാഖ്യാനിക്കൂല. നോമ്പിൻ്റെ സമയത്താണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ കുറേ പേര് ട്രെൻഡിങ് ആണ്. ആളുകൾ എന്ത് ബാഡ് കമൻറ്റ് ഇട്ടാലും പ്രശ്നമില്ല, തങ്ങളുടെ ഇൻസ്റ്റയിൽ ആ വീഡിയോ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും അങ്ങനെയാണ്. ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സഫട ഒളിച്ചോട്ടം, ലല്ലുവിൻ്റെ ഒളിച്ചോട്ടം, എന്തൊക്കെയാണ് അവിടുന്ന് കേസും കൂട്ടങ്ങളും. ഇൻസ്റ്റങ്ങോട്ട് തുറന്നാൽ കാണുന്നവർക്ക് റമദാനാണെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കൽ, ഇതന്നെ വിഷയങ്ങളുള്ളത്. ഞാൻ ആ സബ്ജക്റ്റിലേക്കൊന്നും ഞാൻ പോണില്ല. ഏതൊരു സാധനവും നശിപ്പിക്കുന്നത്, അതിൻ്റെ റെസ്പെക്റ്റ് നശിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൗമിയങ്ങളാണ് എന്നുള്ളത് വേദനയോടുകൂടി പറയേണ്ടി വരുന്നത്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഒരു സൈനുദ്ദീൻ ഖാൻ എനിക്കറിയാം, ആനയുടെ പാപ്പാൻ സൈനുദ്ദീനാണ്.
ഈ സൈനുദ്ദീന് ആന ആവുമ്പോൾ പൂരത്തിന് ക്ഷണിക്കൂലേ? കഴിഞ്ഞ പാവറട്ടി, തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി പരൂര് ഭാഗത്ത് ഒരു ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു. അവർ പോയി. അവിടെ പോയിട്ട് സംഘാടകർ, ക്ഷേത്ര കമ്മിറ്റിക്കാർ വിളിച്ചു. അതായത് ഇവർ ഈ ആനപ്പാപ്പന്മാർക്ക് ഫുഡ് കൊടുക്കുമല്ലോ. ഉച്ചക്കുള്ള ഫുഡ് പറഞ്ഞപ്പോൾ സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആനപ്പാപ്പൻ പറഞ്ഞു, എനിക്ക് നോമ്പാണ്, ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞു. കാരണം സൈനുദ്ദീൻക്ക് അറിയാം മഗ്‌രിബിൻ്റെ നേരമാകുമ്പോൾ എന്തെങ്കിലും മേടിച്ചു കൊടുന്ന് കഴിക്കണം. ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ, എനിക്ക് റെസ്പെക്റ്റ് തോന്നുകയാണ്, 6:28 ആകുമ്പോൾ ഈ മനുഷ്യൻക്ക് നോമ്പ് തുറക്കാനുള്ള ഈന്തപ്പഴം അടക്കമുള്ള ഫുഡ് അടക്കം ഈ പാപ്പാൻക്ക് കൊടുത്തു. അൽഹംദുലില്ലാ, ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടില്ല. ക്ഷേത്ര കമ്മിറ്റിക്കാരോട് നോമ്പ് തുറക്കാൻ വെള്ളം ചോദിച്ചിട്ടില്ല സൈനുദ്ദീൻ എന്ന പാപ്പാൻ. പക്ഷെ ആ നോമ്പെടുക്കുന്ന പാപ്പാനെ കണ്ടറിഞ്ഞിട്ട് ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ ആ മനുഷ്യർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി കൊടുത്തൊരു നാടാണ് നമ്മുടെ കേരളത്തിൽ. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അത് ബീഫ് കുത്തിക്കയറ്റുന്ന നാടല്ല. ചില സിനിമയിൽ വരാൻ പോവാണ് ഇങ്ങനെ ഇസ്ലാമത്തിലേക്ക് വന്ന മറ്റൊരു മതത്തിലെ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് ബീഫ് കുത്തിക്കയറ്റുക. ഇത് റിയൽ കേരള സ്റ്റോറിയാണ്. ആ ഒരു ആനപ്പാപ്പാൻക്ക് ഭക്ഷണം കൊടുക്കുന്ന ക്ഷേത്ര കമ്മിറ്റി. പക്ഷേ മറ്റുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊടുക്കണ സിനിമയിലത്തെ രംഗം എങ്ങനെയാണ്? നമ്മൾ ബീഫ് കുത്തിക്കയറ്റുന്ന രംഗം. അപ്പോൾ നമ്മുടെ മറ്റു മതക്കാർ നമ്മുടെ മതത്തിലുള്ള ആളുകളോട് കാണിക്കുന്ന റെസ്പെക്റ്റ് പോലും നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോമ്പ് തുടങ്ങിയ സമയത്ത് ഒരുത്തൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നോമ്പുണ്ടായിരുന്നു ഇങ്ങനെ വാഗണ്ട് കൊടുക്കലും വെള്ളണ്ട് കുടിക്കലും പിന്നീട് വലിക്കലും. ഇത് മുട്ടി നിൽക്കുകയാണ് ഈ കൗമീങ്ങളിതാണ് ഈ കാണിക്കണത്. എന്തിനാണോ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് നമ്മൾ തന്നെ മണക്കണത്? ഒരാൾ ഇൻസ്റ്റാ വീഡിയോ ആണ് അങ്ങനെ ഇരുന്ന് അപ്പോൾ നമ്മളിത് മുട്ടി നിൽക്കുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ സമുദായം നശിപ്പിക്കണത്. വേറെ ആരുമല്ല, മറ്റുള്ളവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മളാ. 10-17 വർഷമായിട്ട് മദീനയിൽ താമസിക്കുന്ന ഒരു ഹിന്ദു കുടുംബം, അവർ എല്ലാ വർഷവും നോമ്പെടുക്കലുണ്ട്. എന്ത് സുന്ദരമായിട്ടാണ് അവരുടെ നോമ്പിൻ്റെ അനുഭവങ്ങൾ. നമ്മുടെ കുറേ ആൾക്കാർക്ക് നോമ്പ് കള്ളന്മാരാണ്. അതാണ് നേരത്തെ സുരതേച്ച് പറയും, നോമ്പ് കള്ളന്മാരങ്ങൾ നോമ്പെടുത്തോളി എന്ന് പറഞ്ഞത്. നമ്മൾ നോമ്പെടുക്കാത്ത ഒരു മോശമാണെന്നോ ആക്ഷേപിക്കാനെന്നോ ഞാനാണല്ലോ കേട്ടോ. നമ്മളാരും സ്വർഗത്തിൽക്കും നരകത്തിൽക്കും ടിക്കറ്റ് എടുത്ത് കൊടുക്കണ എന്താ പറയുക ആളൊന്നുമല്ല. ടിക്കറ്റ് കൗണ്ടറിലെ ആളല്ല. ഈ നരകം ഇൻ്റെതുമല്ല. എല്ലാവരും സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ കാണിക്കുന്ന ചില മാന്യതകളുണ്ട്. മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുക, അവരുടെ വിശ്വാസങ്ങളെ വേദനിപ്പിക്കുക, ഒരു റെസ്പെക്റ്റായിട്ട് കാണുന്നതിനെ വേദനിപ്പിക്കുക. ഇതാണ് നമ്മളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. ഈ 10-17 വർഷമായിട്ട് ഇവർ സൗദിയിൽ മദീനയിൽ താമസാക്കിയപ്പോൾ ഇവർക്ക് നോമ്പുള്ള കൾച്ചർ അല്ല. പക്ഷേ ആ കുടുംബം പറയുന്നൊരു വാക്ക് എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു. വളരെ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ നോമ്പ്? ക്ഷീണുണ്ടായിരുന്നോ? ചെറുതായിട്ടല്ലേ. അങ്ങനെ ഈ പ്രാവശ്യത്തെ നോമ്പും മാളൂസ് എടുക്കുന്നുണ്ട്. കണ്ണൻ എക്സാം ആയതുകൊണ്ട് അല്ലേ, SSLC ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ പഠിക്കുന്നതുകൊണ്ട് കണ്ണൻ ഇപ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നില്ല അല്ലാണോ? അങ്ങനെ നീണ്ട 17ാമത്തെ വർഷത്തെ ഇതുവരെ മുടങ്ങാതെ എടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്, ഭാഗ്യമുണ്ട്. കാരണം സൗദി അറേബ്യയിൽ വന്നപ്പോൾ തൊട്ടിട്ട് എടുക്കാൻ തുടങ്ങിയതല്ല. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മക്കളും കൂടെ കൂടുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. വാളത്ര എടുക്കുന്നു ഫുള്ള് പരിപാടി ഉണ്ടാ? എന്നാലും എക്സാം ഉള്ള സമയത്ത് ഒഴിവാക്കും അല്ലേ. ചെറുതായിട്ട് വലുതൊന്നുമില്ല, ചെറുതായിട്ടുള്ളൊരു നോമ്പ് തരാം. അപ്പോൾ സർവേശ്വരൻ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ ആരോഗ്യമൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ റമദാൻ ആശംസകൾ. എല്ലാം വളരെ എന്നും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഇതിൽ കണ്ടവരും കൂടെ കെട്ടിയോളും എപ്പോ എടുക്കുന്നേ എടുക്കല്ലേ കുട്ടിയോളും കണ്ടോ അവർ കാണിക്കണ സ്നേഹം കണ്ടോ? അവർ കാണിക്കുന്ന പിന്നെ പല കുടുംബങ്ങളുണ്ട് കേട്ടോ. റീൽസിൽ വൈറലാവാനും റീൽസ് മാപ്പിളാർ കാണാനും വേണ്ടിയിട്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നത് കാണിക്കണവരുണ്ട്. നമ്മൾ അവരെക്കുറിച്ചൊന്നും പറയില്ല. ഇതൊക്കെ ജെനുവിനായ കേസുകളാണ്. അപ്പം നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, പരിശുദ്ധ റമദാനിൽ പകലിൽ നോമ്പെടുത്തിട്ട് ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരാൾക്ക് നോമ്പുണ്ട്, ആ നോമ്പുള്ള ഒരാൾ തൻ്റെ സ്വന്തം ഭാര്യ എന്ത് ചെയ്തു? ചുംബിച്ചു. ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ? എന്താണ് അതിൻ്റെ നിയമം എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു, ഹബീബായ നബി കരളിൻ്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? എല്ലാവർക്കും ആൻസർ അറിയാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ആൻസർ നിങ്ങൾക്ക് അറിയുമെന്നുള്ള അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആരും എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും സിമ്പിൾ ചോദ്യം എന്തിനാണ്, ഇതൊക്കെ എത്ര പറയാനുണ്ടോ? ഇന്നലെ ഫാത്തിമ ബീവിയുടെ വഫാത്തിനാണ്. അന്ന് ആ പേര് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഫാത്തിമ ബീവിയുടെ ആൻസർ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് പകലിൽ ഒരാൾ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നുള്ള ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.